ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ധനുഷിന്റെ മുഖമടക്കി കൊടുക്കുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. നീയും അവന്തികയും തമ്മിലുള്ള എല്ലാ ബന്ധവും ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. കുറച്ചൊക്കെ അവന്തിക പറഞ്ഞു, ബാക്കിയെല്ലാം നിന്റെ കൂട്ടുകാരൻ സൂരജിൽ നിന്നും എനിക്ക് അറിയാൻ സാധിച്ചു. ഇന്ന് തന്നെ നീ ഇവിടെ നിന്ന് പോകണം, സ്നേഹയെ ഉപേക്ഷിക്കണം. കുറച്ചൊക്കെ അവൾ കരയുമായിരിക്കും, അത് കഴിഞ്ഞ് അവളും നിന്നെ മറന്നോളും എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ധനുഷ് പറയുകയാണ്, എനിക്കിനി അതിനൊരിക്കലും സാധിക്കില്ല. സ്നേഹയെ വിട്ടുള്ളൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഓർക്കാൻ പോലും സാധിക്കില്ല. അവന്തികയും ഞാനും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. അവന്തിക തന്നെയാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും. പക്ഷേ ഞാനും അവന്തികയുമായുള്ള സ്നേഹം അത് അബദ്ധത്തിൽ സംഭവിച്ചത് മാത്രമാണ്. ഇപ്പോൾ ഞാനും അവന്തികയും തമ്മിൽ ഒരു ബന്ധവുമില്ല. എൻ്റെയും സ്നേഹയും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് അവന്തിക ശ്രമിക്കുന്നത്. സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ എന്താണെങ്കിലും സ്നേഹം ആത്മഹത്യ ചെയ്യും. സ്നേഹയില്ലാത്ത ലോകത്ത് എനിക്കും ജീവിക്കണ്ട, ഞാനും മരിക്കും. ഒരു കാര്യത്തിൽ ഞാൻ അർച്ചനയ്ക്ക് ഉറപ്പു തരാം, ഇനി ഒരു കാര്യത്തിലും ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ ഒരിക്കലും സ്നേഹയെ ദ്രോഹിക്കില്ല. സ്നേഹയെ ഞാനോട്ട് ചതിക്കെത്തുമില്ല. നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? ഒരാളുടെ മേലുള്ള വിശ്വാസം പോയാലേ പിന്നെ അത് തിരിച്ചു കിട്ടാൻ വലിയ പ്രയാസം തന്നെയാ. അർച്ചന പറയുന്നത് എന്തും ഞാൻ ചെയ്യാം, ദയവായി എന്നെ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് അർച്ചനയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുകയാണ് ധനുഷ്. ശരി, ഞാൻ നിനക്കൊരു അവസരം കൂടി തരാം, പക്ഷേ നീ എനിക്ക് സത്യം ചെയ്തു തരണം, ഇനി നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ അവന്തികയുമായിട്ട് ഒരു ബന്ധത്തിനും പോകില്ലെന്ന്. ഞാൻ സത്യം ചെയ്യാമെന്ന് ധനുഷ് പറയുമ്പോൾ നിലവിളക്ക് കത്തിച്ചുകൊണ്ട് വരികയാണ് അർച്ചന. തുടർന്ന് ധനുഷ് വിളക്കിൽ തൊട്ട് സത്യം ചെയ്യുകയാണ്, തൻ്റെ ജീവിതത്തിൽ സ്നേഹമില്ലാതെ മറ്റൊരാളും ഇനി ഒരിക്കലും ഉണ്ടാകില്ലെന്ന്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്ന ഒരു ജ്യോത്സ്യൻ നെല്ലിശ്ശേരിയിലെത്തിയിരിക്കുന്നതാണ്. സേതുമാധവൻ ജ്യോത്സ്യനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലുന്നു. ഇത് കാണുന്ന അവന്തിക മനസ്സിൽ പറയുകയാണ്, അപ്പോൾ അവള് ജ്യോത്സ്യനെ ഇറക്കി കളി തുടങ്ങിയല്ലേ, നമുക്ക് കാണാലോ ഇനി എന്താ സംഭവിക്കുകയെന്ന്. പിന്നീട് കാണിക്കുന്നത് ജ്യോത്സ്യൻ കവടി നിരത്തുന്നതാണ്. ദൈവദിനം തീരെയില്ല, ആകെ മൊത്തം തടസ്സങ്ങളാണല്ലോ കാണിക്കുന്നത്. എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ താലികെട്ട് നടന്ന മുഹൂർത്തം ശരിയല്ലെന്നും അതുകൊണ്ട് തന്നെ ശാന്തി മുഹൂർത്തം കുറിക്കാൻ ഇപ്പോൾ സാധിക്കില്ലെന്നും ജ്യോത്സ്യൻ പറയുന്നു. ഇത് കേൾക്കുന്ന അവന്തികയ്ക്ക് സന്തോഷമാവുകയാണ്. അപ്പോൾ ഈ വിവാഹം നീണ്ടു നിൽക്കില്ലെന്നാണോ ജ്യോത്സ്യൻ പറയുന്നതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അതെ, അങ്ങനെ തന്നെയാണെന്ന് ജ്യോത്സ്യൻ പറയുന്നു. ഇതിന് പരിഹാരമൊന്നുമില്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ജ്യോത്സ്യൻ പറയുകയാണ്, പരിഹാരം ഒന്നു മാത്രമേ ഉള്ളൂ, കെട്ടിയ താലി അഴിച്ചു മാറ്റുക. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ നിൽക്കുമ്പോൾ അവന്തിക സന്തോഷത്തോടെ ജ്യോത്സ്യനെ നോക്കുകയാണ്. ഊരിയ താലി നല്ലൊരു ശുഭമുഹൂർത്തം നോക്കി ഒന്നുകൂടി കെട്ടിയാൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നോളും. എന്നാൽ അതിനുള്ള മുഹൂർത്തം കൂടി ജ്യോത്സ്യൻ കുറിച്ചോളാൻ സേതു പറയുമ്പോൾ അവന്തിക ചോദിക്കുകയാണ്, നാണം കെട്ടതൊന്നും പോരെന്ന് തോന്നുന്നല്ലോ, ഇനിയും എന്തിനാ വിവാഹമൊക്കെ നടത്തുന്നത്? അതിനു കുട്ടി ഞാൻ ആർഭാടമായി നടത്തണം എന്നൊന്നും പറഞ്ഞില്ലല്ലോ. മറ്റെങ്ങും പോകണ്ട, ഒരിടത്തും പോകണ്ട, ഇവിടുത്തെ പൂജാമുറിയുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ പൂജിച്ചു തരുന്ന താലി ഞാൻ പറയുന്ന ശുഭമുഹൂർത്തത്തിൽ ചാർത്തിയാൽ മാത്രം മതി. അന്ന് തന്നെ അവരുടെ ശാന്തി മുഹൂർത്തവും നടത്താം. തീയതിയും മുഹൂർത്തവുമെല്ലാം ഞാൻ ഇപ്പോൾ തന്നെ കുറിച്ചു തരാമെന്നും ജ്യോത്സ്യൻ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. ഇത് ഞാൻ എങ്ങനെയെങ്കിലും തടഞ്ഞിരിക്കുമെന്ന് അവന്തിക മനസ്സിൽ പറയുന്നു. അങ്ങനെ ജ്യോത്സ്യൻ അവിടുന്ന് പോയി കഴിയുമ്പോൾ അവന്തിക അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. താലി മാറ്റിക്കെട്ടിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നാണോ നീ കരുതുന്നത്? എനിക്കറിയാം നിങ്ങൾക്കിത് സഹിക്കാൻ സാധിക്കുന്നില്ലെന്ന്. എന്നാലേ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവിടുത്തെ പൂജാമുറിയുടെ മുന്നിൽ വെച്ച് അവരെന്താണെങ്കിലും താലി കെട്ടും. ജ്യോത്സ്യം കുറിച്ച് അതേ മുഹൂർത്തത്തിൽ അവരുടെ താലികെട്ട് നടത്തി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന അകത്തേക്ക് പോകുമ്പോൾ നീ അത് നടത്തുന്നത് എങ്ങനെയെന്ന് എനിക്കൊന്ന് കാണണമെന്ന് മനസ്സിൽ പറയുകയാണ് അവന്തിക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.